യുലേഫോൺ എന്ന കമ്പനിയുടെ യുലേഫോൺ ആർമർ 21 എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഇതൊരു റഗഡ് ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യുലേഫോൺ ആർമർ 21 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ MIL STD810Hൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ ഇതിന് ലഭിച്ചിട്ടുണ്ട്. അപ്പം വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും ഈ ഫോണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ 18 RGB LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഈ ഒരു ലൈറ്റ് കത്തുന്നതൊക്കെ ആയിരിക്കും. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ വലിയൊരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്പീക്കറാണ്. പിന്നെ ഈ ഒരു സ്പീക്കറിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് 122 dB ആണ്. അതുപോലെ തന്നെ 3.5 വാട്ട് ലൗഡ്നെസ്സും ഇതിന് വരുന്നുണ്ട്. അപ്പം വളരെ ലൗഡായിട്ടുള്ള ഒരു സ്പീക്കർ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ ഒരു സ്മാർട്ട് എക്സ്പാൻഷൻ കണക്ടർ വരുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോണിലോട്ട് നമുക്ക് എൻഡോസ്കോപ്പ് അതുപോലെ തന്നെ മൈക്രോസ്കോപ്പ് ഒക്കെ കണക്ട് ചെയ്യാവുന്നതാണ്. സാധാരണ കാണാത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 9600 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. സാധാരണ 5000 mAhൻ്റെ ബാറ്ററിക്ക് മുകളിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു ടൈമിലാണ് ഇതിൽ 9600 mAhൻ്റെ ബാറ്ററി വരുന്നത്. വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ സെപ്പറേറ്റ് ഒരു ചാർജിങ് ഡോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ഫോൺ ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇനി ബാക്കി ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 64 മെഗാപിക്സലിൻ്റെ f1.9 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി IMX 686ൻ്റെ സെൻസറാണ്. പിന്നെ രണ്ടാമത് 24 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന ഒരു നൈറ്റ് വിഷൻ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സോണി IMX 481ൻ്റെ ഒരു ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ helio G99 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 5G സപ്പോർട്ടൊന്നും ഇതിൽ വരുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 8 GB റാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 256 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hzൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 240 Hzൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ പഴയ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഫോണിൻ്റെ ചുറ്റും വലിയ ബെസൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സാധാരണ റഗഡ് ഫോൺസിൽ അങ്ങനെയാണ്, വലിയ ബെസൽസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഈ ഒരു ഫോണിലും അതുപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 400 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം വെയിറ്റ് ഉള്ളൊരു സ്മാർട്ട് ഫോണാണ്. ഇപ്പോൾ സാധാരണ 200 ഗ്രാം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വെയിറ്റ് കൂടുതലാണ് എന്ന് പറയാറുണ്ട്. ആ ഒരു ടൈമിലാണ് അതിൻ്റെ ഇരട്ടി വെയിറ്റ് ഇതിൽ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലോണം വെയിറ്റ് കൂടിയ ഫോണാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 18.1 mm ആണ്. സാധാരണ നമ്മൾ 9 mm തിക്നെസ് വരികയാണെങ്കിൽ തന്നെ തിക്നെസ് കൂടുതലാണ് എന്ന് പറയും. ആ ഒരു ടൈമിലാണ് അതിൻ്റെ ഇരട്ടി തിക്നെസ് ഇതിൽ വരുന്നത്. അപ്പം വെയിറ്റും തിക്നെസ്സും വളരെ കൂടുതലാണ്. സാധാരണ റഗഡ് ഫോൺസിന് അങ്ങനെയാണ്, വെയിറ്റും തിക്നെസ്സും പൊതുവെ കൂടാറുണ്ട്. അപ്പം ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമായിട്ടല്ല അനൗൺസ് ചെയ്തിരിക്കുന്നത്, ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ അനൗൺസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. ഇപ്പം ഒരു ലിമിറ്റഡ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിമിറ്റഡ് ഓഫറിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ $99.99 എന്ന പ്രൈസിങ്ങിൽ ലഭിക്കുന്നതായിരിക്കും. അതായത് 8200 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വളരെ മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് എന്ന് പറയേണ്ടി വരും. വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിൽ സോണി IMX 686ൻ്റെ ക്യാമറ സെൻസർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എൻഡോസ്കോപ്പ്, മൈക്രോസ്കോപ്പ് ഇതൊക്കെ കണക്ട് ചെയ്യാനുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ
NFC എന്നുള്ള ഫീച്ചർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സർ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. അതുമാത്രമല്ല 8GB റാമും 256GB ഇൻറ്റേർണലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു വരേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റഗഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയായിരിക്കും. IP റേറ്റിംഗും MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ വരുന്നതായിരിക്കും. വളരെ മികച്ചൊരു ലൗഡ് സ്പീക്കറും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷേ ഇത് ഒറിജിനൽ പ്രൈസിംഗ് അല്ല, കുറച്ച് കഴിഞ്ഞാൽ വില കുറച്ചും കൂടി കൂടിയേക്കാം. ഇനി അഥവാ കൂടുകയാണെന്നുണ്ടെങ്കിലും ഒരു $200 പ്രൈസിങ്ങിൽ വരെയൊക്കെ ഈ ഫോൺ എത്തുള്ളൂ. അതായത് ഒരു 16,000-16,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട്. പിന്നെ AliExpressൽ ഈ ഫോൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് കാണിക്കുന്നത് 34,200 ആയിട്ടാണ്. ചില ഇഷ്യൂസ് കാരണം ഷിപ്പിംഗ് ഇല്ല എന്നും കാണിക്കുന്നുണ്ട്. എന്തായാലും Ulefone Armor 21 എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട പല കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ വെയിറ്റും തിക്നെസ്സും ഒക്കെ അത്യാവശ്യം കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടി വരും. എന്നാലും അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയായിരിക്കും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സും വരുന്നുണ്ട്. എന്തായാലും Ulefone Armor 21 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.